Athma Malayalam ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് Athira Manoj. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതും തനിയെ കണ്ടുപിടിച്ചിട്ടുള്ളതുമായ താളിപ്പൊടിയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അവയുടെ ഉപയോഗവും ഗുണങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും എന്നിവ വിശദമായി നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കറി ലീവ്സ്, ഹോളി ബാസിൽ, മുസണ്ട. ആദ്യമായിട്ട് കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില നിങ്ങളുടെ മുടി കൊഴിച്ചിലും മുടിയുടെ കട്ടി കുറയാനും പിന്നെ അകാല നര ഇല്ലാതാക്കാനും ഈ കറിവേപ്പില നമ്മൾ അടങ്ങിയിരിക്കുന്നത്. കറിവേപ്പില ആൻറ്റി ഓക്സിഡുകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ആൻറ്റി ഓക്സിഡുകളാണ് മുടിക്ക് തലയോട്ടിയുടെ ആരോഗ്യത്തെ സഹായിക്കുന്നത്. ഇത് നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നു. ഈ ഇലകളിൽ വൈറ്റമിൻ സി, ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം, നിക്കോട്ടിനിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഹോളി ബാസിൽ, തുളസി ഏറെ ഔഷധ ഗുണമുള്ളതാണ്. തുളസിയില അരച്ച് തലമുടിയിൽ തേക്കുന്നത് മുടി കൂടുതൽ കരുത്തോടെ വളരാനും പൊട്ടിപ്പോകുന്നതിന് തടയാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ രക്തചക്രമണം വർദ്ധിപ്പിക്കാനും വളർച്ച ശക്തിപ്പെടുത്താനും വഴി മുടിയുടെ ഘടന മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. നമ്മൾ തുളസി കതിര് മുടിയിൽ ചൂടുന്നത് പോലെ തന്നെയാണ് ഒരു ഗുണമാണ് തുളസിയില താളിപ്പൊടിയായി തലയിൽ തേക്കുന്നത്. ഏറ്റവും വലിയ ഉത്തമ ഔഷധമാണ് തുളസിയില. അത് നമ്മുടെ തുളസിയില നമ്മൾ തലയിൽ തേക്കുന്നത് പേൻശല്യത്തിന് ഒരു ഉത്തമ ഔഷധം തന്നെയാണ് തുളസിയില. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ കഴുത്തും തിളക്കവും ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അതേപോലെ തന്നെ താരൻ ഇല്ലാതാക്കുന്നു, പേൻ ഇല്ലാതാക്കുന്നു. ഇതൊക്കെയാണ് ഈ ഹോളി ബാസിലിനെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ. ഇനി ഞാനൊരു കടങ്കഥ പറയാം. അമ്മ കറുത്തത്, മോള് വെളുത്തത്, മോളുടെ മോളൊരു സുന്ദരി എന്ന് പറയുന്ന ചെടി ഏതാണെന്ന് അറിയണ്ടേ? മുസണ്ട, വെള്ളില എന്ന് പറയും. അപ്പോൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് വെള്ളില. ഈ വെള്ളില എന്ന പേര് വരാൻ കാരണം ഈ സസ്യത്തിൻ്റെ പൂങ്കുലയോടൊപ്പം കാണുന്ന തിളങ്ങുന്ന വെള്ള നിറമുള്ള ഇലകൾ പോലെയുള്ള വിതളങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വെള്ളില താളി തേക്കുന്നത് പല വിധത്തിൽ നമ്മുടെ കേശ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട്. ഏതൊരവസ്ഥയിലും നമ്മുടെ കേശ സംരക്ഷണം സഹായിക്കുന്ന ഒരു ഇനം താളിയാണ് വെള്ളില. മുസാണ്ടയുടെ വർഗത്തിൽപ്പെട്ട ഒന്നാണ് ഈ വെള്ളില എന്ന് പറയുന്നത്. ഇതിൽ വെള്ള നിറത്തിലെ ഇലകൾ പോലെയും അതുപോലെ പച്ച നിറത്തിലെ ഇലകളെയും കാണപ്പെടുന്നു. പക്ഷേ ഇതിൽ പച്ച നിറമുള്ള ഇലകളാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കുന്നു. അതുപോലെ താരന് നല്ലൊരു പരിഹാരമാണ് ഈ വെള്ളില താളി. അകാല നര ഇല്ലാതാക്കുന്നു. അതേപോലെ തന്നെ മുടിയുടെ അറ്റം പിളര, മുടിയുടെ വളർച്ച ഇല്ലാതാകുക, ഇതൊക്കെ നമ്മൾ ഈ വെള്ളിലത്താളി ഏറ്റവും നല്ല ഗുണപ്രദമായ ഒരു സസ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ അതിന് പൊട്ടിക്കുകയാണ്. ഇനി ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ ഇലകളും ഈ 3 ഇലകളും കൂടി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു മുറത്തിൽ ഉണക്കാൻ വെക്കുക. ഇപ്പോൾ ഉണക്കാൻ ഒരു 3-4 ദിവസമൊക്കെ വെക്കുക കേട്ടോ. വെള്ളില ഉണക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് അത് നന്നായി ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് വേണം ഉണക്കാൻ വെക്കാൻ. അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണങ്ങാൻ ഒരു 5-6 ദിവസം പിടിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നല്ല വെയിലത്ത് വെക്കുക കേട്ടോ. ഈ 3 ഇലകളും ഉണക്കാനായിട്ട് വെക്കുമ്പോൾ ഒരു വല കൊണ്ട് മൂടിയിട്ട് വേണം ഉണക്കാൻ വെക്കാം, ഇല്ലെങ്കിൽ അത് പറന്ന് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് ഉണക്കാൻ വെച്ച് നോക്കിയിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് ഞാൻ ഒന്ന് പൊടിച്ച് നോക്കുന്നുണ്ട്, അപ്പോൾ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇത് ശരിക്കും ഒരു 3-4 ദിവസമൊക്കെ ഉണക്കാൻ വെച്ചതാണ്. ഇത് ഇനി പൊടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
നന്നായി കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ താളിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താളിപ്പൊടി. ഈ താളിപ്പൊടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് സമൃദ്ധമായി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ താളിപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം പയറുപൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പയറുപൊടി ചേർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പയറുപൊടിയാണ്. പയറുപൊടി ഇട്ടിട്ടാണ് തല കുളിക്കാറ്. ഷാമ്പൂവിന് പകരം ഞാൻ പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം മുടിയുടെ എല്ലാം സംരക്ഷണത്തിന് നമുക്ക് ചെറുപയറുപൊടി നല്ലതാണ് കേട്ടോ. പയറുപൊടിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല തിളക്കവും മുടി വളരാനായിട്ട് ഈ പയറുപൊടി നന്നായി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താളിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വിധം പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു 1-2 ടേബിൾ ടീസ്പൂൺ നമുക്ക് ഈ പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ ടീസ്പൂൺ 2.5 ടേബിൾ ടീസ്പൂൺ പൊടി ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമുക്ക് മുടിയുടെ സമൃദ്ധമായി മുടി വളരാനും അതേപോലെ തന്നെ മുടിക്കൊരു കണ്ടീഷണറും കൂടിയാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു താളി രൂപത്തിലാക്കി മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തലയിൽ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്കൊന്ന് തല നന്നായി കഴുകിയെടുക്കാം. തല കഴുകുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യേണ്ട. ഷാമ്പുവിന് പകരമാണ് കേട്ടോ ഞാൻ പയറുപൊടി യൂസ് ചെയ്യണത്. അപ്പോൾ അത് തന്നെ നമുക്ക് ധാരാളം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.